ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അറഫാ ദിനത്തിലെ അന്നത്തെ വ്ളോഗാണ്. ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ സ്ഥിരമായിട്ടുള്ള വീടൊന്നും ഇപ്പോൾ ഇടാറില്ല കേട്ടോ. എന്താ വീട് ഇടാത്തത് വെച്ചാൽ ഒന്നാമത് കുറഞ്ഞൊരു ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് എനിക്ക് കൂടുമ്പോൾ ഒഴിവ് അനുസരിച്ച് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഓരോ ഞായറാഴ്ച കിക്കാരും വീടുണ്ടാകും കേട്ടോ. ചിലപ്പോൾ കുട്ടികളെ കയ്യിലൊക്കെ ആകും ഫോണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ സ്ഥിരമായിട്ട് ഏതായാലും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എൻ്റെ ഒഴിവിനനുസരിച്ച് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇനി എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും, പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ അതാ മിന്നുമോള് എന്തൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓളെന്തൊക്കെ കളർ പേപ്പർ കൊണ്ട് A4 കളർ പേപ്പർ കൊണ്ട് എന്തൊക്കെ എന്താ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ അറിയുന്നവരുണ്ടാക്കി എന്താ എന്നുള്ളതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഈ റോസ്പൂ ഉണ്ടാക്കിയത് തോന്നുന്നുണ്ട് മറ്റൊന്നുണ്ട് അവളോട് തന്നെ ചോദിക്കണം കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പറയട്ടോ. അവൾക്ക് അറിയുമെന്നറിയില്ല. അവളിങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തോ സ്കൂൾക്ക് എന്തോ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കണ്ട് ജിതുമോനും ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഓന് കുറച്ച് എന്താ ഈർക്കിളിയൊക്കെ മുറിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെ ഓന് വേണം. ഓൻ്റെ ഒരു എയറോപ്ലെയിനൊക്കെ ഉണ്ടായിന്. അതിന് ഓന് എന്തൊക്കെ എന്താണ് ചിറകിടാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കണ രീതിയിൽ. അപ്പോൾ ഓന് ഇതൊക്കെ ആകെ റിപ്പയറിങ്ങൊക്കെ കഴിച്ച് ആകെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതാട്ടോ. പിന്നെ പൊറോട്ട വാങ്ങിയിട്ട് പിന്നെ അത് കഴിക്കുന്നതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും വൈകുന്നേരം 4 മണിയായി. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പം തിളക്കട്ടോ. തിളക്കുമ്പോഴേക്കും ഞങ്ങളുടെ പൊടി ഉണ്ടാക്കണം. അപ്പോൾ ഇനി പത്തിരിയാണോ ഉണ്ടാക്കേണ്ടത് പൊറോട്ടയാണോ വാങ്ങേണ്ടത് ഇങ്ങനെ വിചാരിച്ച് നിൽക്കണ്ട. അപ്പോൾ എനിക്കാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലാനും വേണ്ടി കഴിയുന്നില്ല. എന്തൊക്കെ ഒരു അസ്വസ്ഥത ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് പൊറോട്ട കൊണ്ടുവച്ചാൽ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഇതാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് കുറച്ച് ചിക്കൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നാക്കി എടുത്ത് കഴുകിയിട്ട് ഇതാ ഞാൻ അതിലേക്കില്ലേ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഒക്കെയാണ് ഇതിലേത്. ചുവന്നമുളകില്ല, സോറി, വെളുത്തുള്ളി, എന്താണ് പച്ചമുളകും, ടൊമാറ്റോ, ചുവന്നുള്ളി, ജിഞ്ചർ. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. പാത്രത്തിൽ അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, കുക്കർ അടുപ്പത്ത് വെക്കാനാണ് സംശയം കേട്ടോ. അപ്പോൾ ഒരുപാട് മുമ്പത്തെ വീഡിയോ പറഞ്ഞാൽ അപ്പോഴേ വോയിസും എഡിറ്റിങ്ങും ചെയ്തിട്ടില്ലേ. പിന്നെ അതൊക്കെ മറക്കൂട്ടോ. അപ്പോൾ ഇതിപ്പോഴാണ് ഞാനിപ്പോൾ രാത്രി 12 ശേഷമാണ് ഇപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഏതായാലും കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടായി വന്നിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് പിന്നെ നമ്മൾ എന്താണ് കട്ട് ചെയ്ത് വെച്ച എന്താണ് സവാളയും വെളുത്തുള്ളിയും ടൊമാറ്റോ ഒക്കെ ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് വലിയ പെരുന്നാളിൻ്റെ തലേന്നത്തെ വ്ളോഗാണ് കേട്ടോ. അറഫാ ദിനത്തിൻ്റെ അന്നത്തെ വ്ളോഗാണിത്. അപ്പോൾ ഞാൻ എന്താണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വോയിസ് ഓവർ കൊടുക്കുന്നത് 2 ദിവസത്തിലായിട്ടാണ് കേട്ടോ. ഒന്ന് ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞാരെയാണ് ഇതിനൊക്കെ വോയിസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ബാക്കി കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഇത്ര വേഗത. അതിന് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആ സവാള കട്ട് ചെയ്ത് കണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നാക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ വലിയ പെരുന്നാളിൻ്റെ അന്നത്തെ വ്ളോഗൊക്കെ പിന്നെ സാവധാനമായിട്ട് വരും കേട്ടോ. എപ്പോഴെങ്കിലും ആയിട്ട് വരും. അത് എഡിറ്റ് ചെയ്യാണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ മാതിരി ഇപ്പോൾ എപ്പോഴും യൂട്യൂബ് നോക്കിയിരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ സവാള വാട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് എന്താ വെച്ചാൽ ഉപ്പ് ഒന്ന്
ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സവാള ഇതാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടിപ്പോൾ. അപ്പോൾ അതാ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ ഇത് പേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ മിക്സി ജാറിൽ ഇട്ടൊന്ന് ചതക്കി ചെറുതായിട്ടൊന്ന് ചതക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്തി കൊടുത്ത് ആ ഒരു മിക്സി ജാറൊന്ന് കേക്കിയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറഞ്ഞ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇതൊക്കെ എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള പാകത്തിൻ്റെ മസാലകളൊക്കെ ചേർക്കുക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കട്ടെ കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുക അതുകൊണ്ട് തന്നെ എല്ലാം പറയാൻ വിട്ടുപോയേക്കും. അപ്പോൾ ഇത് പല ഇതുമായിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് എല്ലാം വാട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, അപ്പോൾ നമുക്ക് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി ബാക്കി എന്താ മസാലകളൊക്കെ ചേർക്കണ്ടേ, അത് ചേർത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കുക ആയതുകൊണ്ട് തന്നെ പല മോഡലും വെക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചെന്നല്ലാതെ എഡിറ്റിങ്ങൊന്നും അപ്പോൾ ചെയ്തിട്ടില്ല. ഇനി അപ്പോൾ അതാ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി അങ്ങനെ എല്ലാ മസാലകളും ഇത് ചേർത്തി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് കുക്കർ അടിച്ച് വെക്കട്ടോ. അപ്പോൾ ഒക്കെ സുമാർ എന്താണ് അളവും പ്രത്യേകിച്ചും കാര്യങ്ങളും ഒന്നും ഇല്ല. അവിടെ ഒക്കെ എൻ്റെ ഒരു സുമാർ അളവിന് ഉണ്ടാക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ സ്പീഡ് കുറവാണ് എൻ്റെ അച്ഛനെ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പം മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്തി കൊടുക്കുക, അപ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ മസാലകളും ചേർത്തി കഴിഞ്ഞിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ മിക്സിൻ്റെ ജാറൊന്ന് അവിടെ എടുത്ത് വെച്ചിനല്ലോ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ ചതക്കി വെച്ചിനല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ ഇതിട്ട് മിക്സിൻ്റെ ജാറൊന്ന് കഴുകി കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതാ അപ്പോൾ കുക്കറൊക്കെ വെള്ളമൊക്കെ ഏകദേശം തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 3 വിസിലിന് ശേഷം നമുക്ക് ഓഫാക്കാം. ഒരു വിസിൽ അടിച്ചിട്ട് എന്താ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കി എടുക്കട്ടോ. എങ്ങനെ വെച്ചാൽ നിങ്ങളെ കുക്കറിനനുസരിച്ച് ഞാനിതൊരു വിസിലടിച്ച് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കി എടുക്കും. അപ്പോൾ അതാ ഞാൻ ഇനിയിപ്പോൾ എന്തിനാ അപ്പോൾ ഇത് തേങ്ങ അരക്കണം. അപ്പോൾ അത് ഞാൻ തേങ്ങ അരച്ച കറിയായിട്ടോ ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പൊറാട്ടയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില ഇതിലൊന്നും അധികം ഞാൻ തേങ്ങ അരക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചൊരു കറി കുറുന്നതിനൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് ചിരക്ക് തേങ്ങയും കുറച്ച് പിന്നെ കൊട്ടയിഞ്ഞ് പോകുന്ന തേങ്ങയൊക്കെ പാടെ ചേർത്തിട്ട് ഞാൻ പൂണ്ടെടുത്തുകൊണ്ട് ഞാൻ മിക്സി ജാറിലിട്ട് ഒന്നുകൂടി അരച്ചെടുക്കട്ടെ കേട്ടോ. അത് അരച്ച് വരുമ്പോഴേക്ക് ഇനിയിപ്പോൾ എന്താ പറയുക കറിയോടെ റെഡി ആയിക്കോളൂ കേട്ടോ. എന്തോ എന്തിനത് പോവാണ്. അപ്പോൾ അതാ മിക്സിയിൽ പൂണ്ടെടുത്ത തേങ്ങ ഒന്ന് അരച്ചെടുക്കണം പറഞ്ഞല്ലോ. അപ്പോൾ എന്തിനപ്പോൾ സ്റ്റവ് ഓണാക്കുന്നത്. ഇനിയിപ്പോൾ എന്താ നാളേക്കൊക്കെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഒരുക്കങ്ങൾ നാളെയും പറഞ്ഞാൽ വലിയ പെരുന്നാൾക്കില്ല അതൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് റാത്തായിട്ട് പിന്നെ ഇരിക്കല്ല നാളേക്കൊക്കെ വലിയ പെരുന്നാൾക്കില്ല തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ. അപ്പം അങ്ങനെ ഇതാ കുറച്ച് തേങ്ങ അരക്കണം. കുറച്ച് ഇങ്ങനെ അരച്ച് വെച്ച് ഇനിയിപ്പോൾ എന്താ അരച്ചതും അരക്കാത്തതൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതാ കുറച്ച് മിക്സിയിലല്ല പ്ലേറ്റ് ഒന്ന് കഴുകി കൂടി തേങ്ങ ചിരകിയ പ്ലേറ്റ് ഇല്ല അതൊന്ന് കഴുകി കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ടുണ്ട് വരാം. ബാക്കി ഇനി ഇതായി കഴിഞ്ഞാൽ നമുക്ക് പൊറാട്ടയും ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ അതാ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. 2 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഒരു വിസിലടിച്ച് 10 മിനിറ്റിന് ശേഷം നമുക്ക് സിമ്മിലിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ 3-4 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയാലും ചിക്കൻ വെന്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ കുക്കറൊക്കെ എങ്ങനെ അതിനനുസരിച്ച്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് എന്താ, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ദാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ തേങ്ങൻ്റെ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം പാകാക്കട്ടോ. അപ്പോൾ നമ്മൾ മിക്സി ജാറ് ഇതാക്കിന് ഇതുണ്ടല്ലോ എന്താണ് ഉള്ളി വെളുത്തുള്ളി ടൊമാറ്റോ അരച്ചത്തിന് ഇത് എല്ലാം തേങ്ങയൊക്കെ അരച്ചിട്ട് ഇതല്ലേ. അപ്പോൾ അതുകൂടി ചുവറ്റിട്ട് ഒന്നുകൂടി തുള്ളിയതിന് ശേഷം നമുക്ക് ഓഫാക്കാം. തുള്ളിയാൽ മതി കേട്ടോ. പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് തുള്ളിയതിന് ശേഷം ഓഫാക്കിയാൽ മതി. നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആക്കുമ്പോൾ പിന്നെ പിരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് തുള്ളിയതിന് ശേഷം ഓഫാക്കണം.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞല്ല, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോഴിതാ ആദ്യം ഞാൻ ജിതുമോനൊക്കെ ഒന്ന് പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കട്ടെ, അങ്ങോട്ട് മിന്നക്കും ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ അങ്ങനെ ജ്യൂസ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയോ അറിയാം, അത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതിനുള്ള സമയമൊന്നും കിട്ടില്ല. ഒന്നാമത് ചടപ്പും ക്ഷീണവും കാര്യമായിട്ട് വേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പൊറാട്ടയും ചിക്കൻ കറിയും മാത്രമുള്ളൂ. അപ്പോൾ അതാ കട്ടൻ ചായ. അപ്പോൾ അതാ പൊറാട്ടയൊക്കെ എടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വേണേൽ എനിക്ക് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കല്ലേ. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.